സിദ്ദീഖിന്റെ അറസ്റ്റ് ഉടൻ നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് അറസ്റ്റ് ചെയ്യണമെന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരിച്ചടി സിദ്ദീഖിന് നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം. ഷീജ ചേരുന്നു തിരുവനന്തപുരത്തും. ഷീജ, സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം, സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുള്ള പ്രത്യേക നിർദ്ദേശം കൂടി ഇക്കാട്ടത്തിലുണ്ട്. തീർച്ചയായും മിനിഷ, ഏതായാലും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിളിച്ച് സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നത് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തതിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദീഖ് കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് ഇതിനുണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് കടക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സിദ്ദീഖിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നത് സംബന്ധിച്ച്. കാരണം നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റിട്ടുള്ള പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ സംഘം അടിയന്തര യോഗവും ചേർന്നിരുന്നു. അടിയന്തര യോഗത്തെ തുടർന്നാണ് ഈ രീതിയിൽ ഉടൻ തന്നെ അറസ്റ്റുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയിരിക്കുന്നത്. വിനിഷ. ശരി ഷീജ. സാലി മുഹമ്മദ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. സാലി, പോലീസിന്റെ കൃത്യമായ നിർദ്ദേശം ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അതിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിനുള്ള വഴി പോലീസ് തേടുന്നുമുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റിന് യാതൊരു നിയമ തടസ്സവും ഇല്ല എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. കാരണം കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു കേസ് എന്ന നിലയ്ക്ക് തന്നെ കയറി അറസ്റ്റ് ചെയ്താലും അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല നിയമപരമായി പിന്നീട് എന്ന് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴാണ് ഹൈക്കോടതിയിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പെൻഡിങ് ആയി. പക്ഷേ ഇത് തള്ളിയ സ്ഥിതിക്ക് ഇനി താമസിക്കേണ്ട കാര്യമില്ല, അമാന്തം ആവശ്യമില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലുണ്ടെങ്കിൽ കൊച്ചി പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്ന അറസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടാവണം എന്നില്ല. കൊച്ചി വിട്ടിട്ടുണ്ടെങ്കിൽ പുറത്തെവിടെ വെച്ചാണെങ്കിലും അതാത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വിമാനത്താവളങ്ങൾ വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിക്കാനുള്ള സാധ്യത പോലീസ് തേടുന്നത്. ലുക്കൗട്ട് സർക്കുലർ അല്പസമയത്തിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പാസ്പോർട്ട് ഹോൾഡർ ആയിട്ടുള്ള സിദ്ദീഖ് വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. ഇനി അതിന് സിദ്ദീഖ് മുതിരുമോ എന്നറിയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദീഖിൻ്റെ മുന്നിലുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പോംവഴി സുപ്രീം കോടതി തന്നെയാണ്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഹർജി എത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രതിസന്ധി, ഇയാൾ മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. മുങ്ങിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ആളെ കണ്ടു കിട്ടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ചില വിവരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു സിദ്ദീഖ് പടമുകളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചാണ് ആദ്യം നമ്മോട് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളവർ. അപ്പോൾ അതിനർത്ഥം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൈവശം ഇയാളുടെ മൂവ്മെൻറ്റിൻ്റെ വിവരങ്ങളുണ്ട് എന്ന് തന്നെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. പിന്നെ ഒരു പ്രതിസന്ധി ഉള്ളത്, അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന വണ്ടിയല്ല അയാൾ കൊണ്ടുപോയിരിക്കുന്നത് എന്നിപ്പോൾ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വാഹനത്തിലാണെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം എങ്ങോട്ട് പോയി, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൂടിയാണ് പോയിരിക്കുന്നതെങ്കിൽ ട്രാക്ക് ചെയ്യുന്നതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ അതടക്കം ചില സാങ്കേതിക പ്രശ്നങ്ങൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടൻ സിദ്ദീഖോ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖോ ഒന്നും അല്ല. ഇപ്പോൾ ഒരു കൊടും കുറ്റവാളിയായി ക്രിമിനൽ ക്രമങ്ങൾ നേരിടുന്ന ഒരു പ്രതി എന്ന പരിഗണന മാത്രമേ ഇപ്പോൾ കേരള സമൂഹത്തിലും പോലീസിന് മുമ്പാകെ സിദ്ദീഖിനുള്ളൂ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല അയാളെ എവിടെ വെച്ചെങ്കിലും പുറം ലോകത്ത് ആരെങ്കിലും കാണുവാണെങ്കിൽ തൊട്ടടുത്ത അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിനെയോ വിവരം അറിയിക്കുകയും ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ സിദ്ദീഖിനെ ആളുകൾ തിരിച്ചറിയാത്തൊരു സാഹചര്യമൊന്നുമില്ല. സിദ്ദീഖ് ഫെമിലിയർ ആയിട്ടുള്ളൊരു മുഖമാണ് കേരളത്തിന്. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന് അങ്ങനെ പോയി ഒളിച്ചു താമസിക്കാനൊന്നും കഴിയുന്ന ഒരാളുമല്ല. പക്ഷേ അത് ഒളിച്ചാലും എത്ര ദിവസം എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അപ്പോൾ അതിനർത്ഥം ഉടനെ അറസ്റ്റിലേക്ക് തന്നെ
എന്നൊരു തീരുമാനം തന്നെ. ഇനി എവിടെ വെച്ച് കീഴടങ്ങുകയാണോ, അറസ്റ്റിന് വഴങ്ങുകയാണോ, അതോ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണോ, അതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നടക്കുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് മാത്രമേ മനസ്സിലാവൂ. ഇതിനെല്ലാം സാധ്യതയുണ്ട്. സിദ്ദീഖാണ് അത് തീരുമാനിക്കേണ്ടത്. സിദ്ദീഖ് വേണമെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് 2 ദിവസം കഴിഞ്ഞുകൂടാൻ ഇടം കിട്ടുമെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യാനുള്ള സാവകാശം കിട്ടും. അതിനുവേണ്ടിയായിരിക്കും ഇപ്പോൾ സിദ്ദീഖിൻ്റെ ശ്രമം എന്ന് ഒരു നിഗമനത്തിൽ നമുക്ക് എത്താം. അതിനുവേണ്ടിയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് എന്നും നമുക്ക് പറയാം. ഏതായാലും ആ ഒളിവിടം പോലീസ് കണ്ടെത്തുവോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ കണ്ടെത്തിയെങ്കിൽ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിന് യാതൊരു മടിയില്ല. അവർ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചുറച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.